ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ചോറിന് കറിയൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ നല്ലൊരു കറിയായി കിട്ടും. ഈ ഒരു കറി കൊണ്ട് നമുക്ക് വയറ് നിറയെ ചോറ് തിന്നാൻ പറ്റും. ചോറ് വെട്ടിക്കൊണ്ടുപോകാനും വളരെ നല്ലതാണ്. ചപ്പാത്തിക്കൊപ്പവും ഈ കറി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർക്കുക. ഇതിലേക്ക് കൊത്തിയരിഞ്ഞ സവാള കുറച്ച് കൂടുതൽ ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാളയുടെ നിറം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ലോ ഫ്ലെയിമിൽ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. വേറെ മസാലപ്പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഇത് മാത്രമാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. മസാലപ്പൊടികൾ നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചെറുതായി കൊത്തിയരിഞ്ഞ കാബേജ് 2 കപ്പ് ചേർക്കുക. മസാലയുമായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. കാബേജും ക്യാരറ്റൊക്കെ എപ്പോഴും നമ്മളുടെ കൈകളിൽ ഉള്ള സാധനങ്ങളാണ്. നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് രണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളുടെ കൈകളിൽ ഇത് ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കി ചോറ് നന്നായി കഴിക്കാൻ പറ്റും. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുമാണിത്. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഈ കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. ക്യാബേജിനും ക്യാരറ്റിനും വേണ്ട ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക. ഇനി തവി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ആവി കയറ്റിയെടുക്കാം. 3 മിനിറ്റിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും മൂടി വെച്ച് 2 മിനിറ്റ് കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കാം. മീഡിയം ഹീറ്റിലാണ് ചൂടാക്കേണ്ടത്. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചോറിനുള്ള സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. വളരെ നല്ലൊരു സൈഡ് ഡിഷാണിത്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്. ചപ്പാത്തിക്കൊപ്പവും കഴിക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. കുറച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സൈഡ് ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറിനൊപ്പം വളരെ നല്ലതാണ്. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.